ഇപ്പോൾ സഹകരണ രംഗം കേരളം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശ്വാസം നശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് വളരെ എളുപ്പം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രംഗമാണ്. ഞാൻ ചോദിക്കട്ടെ, ഷെഡ്യൂൾ ബാങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലും പണം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പണം കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ട് കേരളത്തിലെ നിക്ഷേപകർക്ക് ഇപ്പോൾ 5 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ട കൂടെ 5 ലക്ഷം രൂപ ഇല്ല ഒന്നും ഫലപ്രദമില്ല. അത് എപ്പോഴാണ്? ലിക്വിഡേഷൻ സ്റ്റേജിലാണ് കൊടുക്കുന്നത്. ലിക്വിഡേഷൻ സ്റ്റേജ് എപ്പോഴാണ്? മകളുടെ കല്യാണത്തിന്, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെൻഷനറി ബെനിഫിറ്റ് കൊണ്ടുപോയി കോപ്പറേറ്റീവ് ബാങ്കിലിടുന്ന ആളുകൾ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ പറ്റില്ല. ഇത് ലിക്വിഡേഷൻ സ്റ്റേജ് ആകട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസ്യത എവിടെയാണ് നിൽക്കുന്നത്? ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ തന്നെ അതിനാവശ്യമായ പൈസ ഉണ്ട്. അതിനുള്ളൊരു കോർപ്പസ് രൂപീകരിച്ച് ഈ ഏത് നിക്ഷേപകനും സംരക്ഷണം കൊടുക്കുമെന്നൊരു ഗവൺമെൻറ്റിന് പറയാനുള്ള വിൽ പവർ ഉണ്ടാകണം, ഇച്ഛാശക്തി ഉണ്ടാകണം. ഈ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ പണത്തിനും ഗ്യാരണ്ടി കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്ന് പറയണം.